റിജോ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വൈറ്റ് സ്റ്റോൺ കരിയർ കൗൺസിലിംഗ് ആണ്, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു കറക്റ്റ് കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ഏറ്റവും നല്ല കോളേജുകളിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആണ്, അല്ല നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഒരു കരിയർ കൗൺസിലിങ്ങിനെ വിലയിരുത്തുന്നത്, അല്ലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കരിയർ കൗൺസിലിംഗ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരൻസ് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കാം. ഇപ്പോൾ കാർഷിക മേഖലയിൽ ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ടാവും, സാധാരണ മേഖലയിലുള്ള കൂലിപ്പണിക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമേ അറിയൂ. സാമ്പത്തികമായിട്ട് അവർ എങ്ങനെയെങ്കിലും സ്കൂളിൽ വിട്ട്, നല്ല സ്കൂളിൽ വിട്ട് അവരെ പഠിപ്പിച്ചിട്ട് ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ കുട്ടികളുടെ എങ്ങനെയാണോ ഇൻട്രസ്റ്റ്, അപ്പോൾ അത് നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും നല്ലതാണ്. അപ്പോൾ കരിയർ കൗൺസിലിന് അങ്ങനെയുള്ള ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. അതായത് ആ കുട്ടിക്ക് റൈറ്റ് കോഴ്സ് ചൂസ് ചെയ്യാൻ ഉള്ള ഒരു ഇത് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും കരിയർ കൗൺസിലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ കുറേ കാലമായിട്ട് കരിയർ കൗൺസിലിംഗ് നടത്തുന്ന വൈറ്റ് സ്റ്റോണിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നല്ലൊരു സർവീസാണ് നിങ്ങൾ ചെയ്യുന്നത്.